സ്വകാര്യ സർവകലാശാല നിയമം ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കും. കേരളത്തിലെ പൊതു സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ അപേക്ഷകന് 25 കോടി കെട്ടിവെക്കണം, 10 ഏക്കർ ഭൂമിയും വേണം. എന്നാൽ VC അധ്യാപക നിയമനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം പാലിക്കണമെന്ന മാത്രമേ വ്യവസ്ഥയുള്ളൂ. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുമുള്ള ബില്ല് 13-ന് നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ നീക്കം. കരട് പ്രകാരം സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള പ്രധാന വ്യവസ്ഥകൾ ഇവയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവപരിചയവും വിശ്വാസ്യതയുമുള്ള ഒരു സ്പോൺസറിംഗ് ഏജൻസിക്ക് സ്വകാര്യ സർവകലാശാലയ്ക്കായി അപേക്ഷിക്കാം. 25 കോടി കോർപ്പസ് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണം. മൾട്ടി ക്യാമ്പസ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആസ്ഥാന മന്ദിരം കുറഞ്ഞത് 10 ഏക്കറിലായിരിക്കണം. അധ്യാപക നിയമനം, വൈസ് ചാൻസലർ നിയമനം അടക്കമുള്ള വിഷയങ്ങളിൽ സർവകലാശാലയ്ക്കാണ് അധികാരം. UGC, സംസ്ഥാന സർക്കാർ അടക്കമുള്ള നിയന്ത്രണ ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് നിബന്ധന. ഓരോ കോഴ്സിലും 40% സീറ്റുകൾ സംസ്ഥാനത്തെ സ്ഥിരം നിവാസികളായ വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്യും. ഇതിൽ നിലവിലുള്ള സംവരണ സംവിധാനം ബാധകമാകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഫീസ് ഇളവും സ്കോളർഷിപ്പും നിലനിർത്തും. സ്വകാര്യ സർവകലാശാലയ്ക്ക് പൊതു സർവകലാശാലകളെ പോലെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടാകും. സർവകലാശാല തുടങ്ങാനായി വിശദമായ പ്രോജക്ട് റിപ്പോർട്ടോടുകൂടി അപേക്ഷ സർക്കാരിനാണ് നൽകേണ്ടത്. വിദഗ്ധ സമിതി അപേക്ഷ വിലയിരുത്തും. വിദഗ്ധ സമിതി 2 മാസത്തിനകം തീരുമാനം സർക്കാരിന് സമർപ്പിക്കണം. സ്വകാര്യ സർവകലാശാലയ്ക്ക് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ഉണ്ടാകില്ല. പക്ഷേ ഫാക്കൽറ്റിക്ക് ഗവേഷണ ഏജൻസികളെ സമീപിക്കാമെന്ന് കരട് ബില്ലിൽ നിർദ്ദേശിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നോമിനിയെ സ്വകാര്യ സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിരിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.